എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് UG നീറ്റ് UG 2024 പരീക്ഷയുടെ സ്കോർ കാർഡ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു exams.nta.ac.in/neet എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ കീ ഫോർ നീറ്റ് UG 2024 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടെസ്റ്റ് ബുക്ക്ലെറ്റിൻ്റെ കോഡ് ഏതാണെന്ന് നോക്കുക. അതിനുശേഷം അതിൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്ത് നിങ്ങൾ എഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതായത് അടുത്ത പേജിലായിട്ട് നൽകിയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് അതായത് NTA ഡിക്ലെയർസ് ദ റിസൾട്ട് NTA സ്കോർ റാങ്ക് ഓഫ് ദ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2024 എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അതായത് സംസ്ഥാന തലം, ജില്ലാതലം, അതുപോലെ തന്നെ ഓരോ കാറ്റഗറി വിഭാഗത്തിൽ, അതുപോലെ തന്നെ ആകെ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി, അതുപോലെ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ എത്ര വിദ്യാർത്ഥികൾ ഓരോ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ എഴുതി, അതുപോലെ തന്നെ ഓരോ ഭാഷയിലും എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്, അതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അതായത് നീറ്റ് പരീക്ഷയെക്കുറിച്ച് അറിയേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും എത്ര ആൺകുട്ടികൾ എഴുതി, എത്ര പെൺകുട്ടികൾ പരീക്ഷ എഴുതി, അതുപോലെ എത്ര തേർഡ് ജെൻഡറിലുള്ളവർ പരീക്ഷ എഴുതി, അതുപോലെ എത്ര വിദ്യാർത്ഥികൾ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ ഇന്ത്യൻസ് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഫോറിൻസ് നാഷണൽ എഴുതിയിട്ടുണ്ട്, NRI എഴുതിയിട്ടുണ്ട്, OC എഴുതിയിട്ടുണ്ട്, ടോട്ടൽ എത്ര ആൾ എഴുതിയിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയയും ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS വിഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ 50% മാർക്കാണ് വേണ്ടത്. 50%ൻ്റെ മാർക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ 720 മുതൽ 137 വരെയുള്ള റേഞ്ചാണ് ഈ ഒരു മാർക്ക് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് OBC കാറ്റഗറിയിലാണെങ്കിൽ 40% ക്വാളിഫയിങ് ക്രൈറ്റീരിയ. അതിൻ്റെ മാർക്ക് റേഞ്ച് വരുന്നത് എന്ന് പറയുന്നത് 136 മുതൽ 107 വരെയാണ് അതിൻ്റെ ആ ഒരു മാർക്ക് റേഞ്ച് വരുന്നത്. അത് 136 അത് കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. അത് ഈ വർഷത്തേതാണെങ്കിൽ ഏകദേശം 720 മുതൽ 164 വരെയാണ് 50, അതായത് 50% എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OBC ആണെങ്കിൽ 40% ലഭിക്കും. അത് 40% കിട്ടാനായിട്ട്, അതായത് 40% കിട്ടാനായിട്ട് 163 മുതൽ 129 വരെ മാർക്ക് റേഞ്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ എത്രയാണ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് റേഞ്ച് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്, അതായത് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷയെക്കുറിച്ച് അറിയേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും, അതായത് എത്ര വിദ്യാർത്ഥികൾക്ക് റാങ്ക് കിട്ടി, അതുപോലെ എത്ര വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 100 മുതൽ 100 വരെയുള്ള റാങ്ക് ലിസ്റ്റിലുണ്ട്, അതുപോലെ തന്നെ എത്ര ആൺകുട്ടികളുടെ ലിസ്റ്റിൽ ആരാണ് ടോപ്പർ, പെൺകുട്ടികളുടെ ലിസ്റ്റിൽ ആരാണ് ടോപ്പേഴ്സ്, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്ത് ആരൊക്കെയാണ് ടോപ്പേഴ്സ് ആയിട്ടുള്ളത്, അതുപോലെ ഓരോ കാറ്റഗറിയിൽ ആരൊക്കെയാണ് ടോപ്പേഴ്സ് ആയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വിശദമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളിത് ഫുള്ളായിട്ട് നോക്കുക. കാരണം 20 പേജിലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് വളരെയധികം സിമ്പിളാണ്. നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ സ്കോർ കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു പേജിൽ ക്ലിക്ക് ഹിയർ ഫോർ നീറ്റ് 2024 സ്കോർ കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു സൈറ്റ് ലോഡാവുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ആ ഒരു പേജിൽ ആ ഒരു ലിങ്ക് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, അതായത് ഒരു തവണ ക്ലിക്ക് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ആ ഒരു സ്കോർ കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ആ ഒരു പേജിൽ എത്തിയതാണ് കാണാൻ പറ്റും. അതിന് മുകളിലായിട്ട് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് യുവർ ഫോട്ടോ ആൻഡ് QR കോഡ് ഓൺ യുവർ
സ്കോർ കാർഡ് ഇഫ് എയ്തർ ദ ഫോട്ടോ ഓർ QR കോഡ് ഈസ് മിസ്സിംഗ് കൈൻഡ്ലി ഡൗൺലോഡ് ഇറ്റ്. അതായത് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ കാർഡിൽ നിങ്ങൾക്ക് QR കോഡോ നിങ്ങളുടെ ഫോട്ടോ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് ആ ഒരു സ്കോർ കാർഡ് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ QR കോഡും നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ ഈ ഒരു സ്കോർ കാർഡിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതുക്കി, അതായത് ഈ ഒരു എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെട്ടുള്ള ആ ഒരു സ്കോർ കാർഡ് പുതിയതായിട്ട് ലഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ കേരളത്തിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അതായത് ഏകദേശം ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. ആ ഒരു സമയത്ത് നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ ഓൾ ഇന്ത്യ തലത്തിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസ് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി അതായത് MCC വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് നൽകേണ്ടതാണ്. അതിൻ്റെ അപേക്ഷയും ഉടൻ തന്നെ ആരംഭിക്കും. അതുപോലെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ആ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.